ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. അപ്പോൾ യു കെയിലെ ഗ്രാജുവേഷൻ സെറമണി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗ്രാജുവേഷൻ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വാങ്ങുമ്പോൾ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇട്ട് വന്നപ്പം എനിക്കിപ്പം ഇഷ്ടപ്പെട്ടു. സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചൊരു അയ്യോ. അപ്പോൾ ഗൈസ്, ഞാൻ റെഡിയായി. ഔട്ട്ഫിറ്റൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം, കാരണം ഇപ്പം തന്നെ സമയം ഒത്തിരി ലേറ്റ്. അപ്പം നമ്മൾ ബസ്സിലാട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിൽ തന്നെ ഒരുപാട് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഗ്രാജുവേഷൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ MBA ചെയ്തപ്പം എനിക്ക് അവിടുത്തെ ഗ്രാജുവേഷൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇവിടെ UK-യിലായിരുന്നു. അപ്പോൾ അത് മിസ്സായപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ഇവിടുത്തെ ഗ്രാജുവേഷൻ ഫംഗ്ഷൻ ഇതുപോലെ അടിപൊളിയാക്കണം, വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ മുൻകൂട്ടി വിചാരിച്ച് വെച്ചത് കേട്ടോ. കാരണം ഗ്രാജുവേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ്. അത് ലൈഫ് ലോങ് നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഇതൊക്കെ എടുത്ത് കാണാമല്ലോ. എന്തായാലും നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ഒന്നുകൂടി പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയറിലാണ് ഞാൻ എൻ്റെ MSc മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം അവിടെ ഉണ്ടായ ക്യൂവിൽ നിന്നു കേട്ടോ, കാരണം നമ്മൾ റോബ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഹാളിൽ വെച്ചിട്ടാണ് ആ ഒരു റോബ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ക്ലോത്തിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബാഗ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ബ്രൗണീസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോന്നിങ്ങനെ ബ്രൗണീസൊക്കെ, ചോക്ലേറ്റ്സും ബ്രൗണീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോബ് കളക്ട് ചെയ്യേണ്ട ഹാളിലോട്ട് കയറാൻ പോവുക. ഇവിടെ നമ്മുടെ ID ഒക്കെ കാണിക്കണം. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർ നമ്മളെ ഉള്ളിലോട്ട് വിടുകയുള്ളൂ കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഗസ്റ്റിൻ്റെ ടിക്കറ്റും നമ്മുടെ ടിക്കറ്റും വെച്ചിട്ടുള്ള ഒരു എൻവലപ്പ് തരും. അപ്പോൾ അത് കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന കത്തീഡ്രലിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ റോബൊക്കെ കളക്ട് ചെയ്തു. ഓൾറെഡി ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈസൊക്കെ കൊടുത്തിട്ട്. ഇൻ കേസ് ഇപ്പം നിങ്ങൾ റോബ് ബുക്ക് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ പോയിട്ട് എക്സ്ട്രാ ഒരു £5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോബ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കോട്ടൊക്കെ ഇട്ടു. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ. അവർ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് വെയർ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട്, എനിക്ക് അതിലുള്ളൊരു സ്റ്റാഫ് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തു തന്നതും. ഗ്രാജുവേഷൻ റോബ് ഗൗണൊക്കെ വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ. ഇതിന് 2 ക്യാമ്പസ് ആണ് കേട്ടോ ഉള്ളത്. ഒന്ന് കോളേജ് ലെയിനും പിന്നെ ഒന്ന് ഡി ഹാവ്ലൻഡും. അപ്പോൾ ഡി ഹാവ്ലൻഡിൽ വെച്ചിട്ടാണ് നമ്മുടെ കോഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോളേജ് ലൈനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാജുവേഷൻ പരിപാടീൻ്റെ റോബും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തിട്ട് നേരെ പോകുന്നത് ഈ ഒരു ഹാളിലേക്കാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനും കൂടെ വന്ന ഗസ്റ്റിനും ഒക്കെ ഉള്ളൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിക്കാനുണ്ട്. സോ ഗസ്റ്റിൻ്റെതായാലും നമ്മുടേതായാലും എത്ര പേരുടെ ടിക്കറ്റാണെന്ന് വെച്ചാൽ അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റി ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ആൽക്കഹോളിക് ഉണ്ട്, പിന്നെ നോൺ ആൽക്കഹോൾ ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എടുത്തത് ഒരു സ്ട്രോബെറി മൊയ്റ്റോ ആണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. Central is leaving shortly.
Please leave the graduation celebration marquee. അപ്പോൾ നമ്മുടെ കോളേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് സെൻറ്റ് ആൽബൻസ് കത്തീഡ്രലോട്ടാട്ടോ. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ഷട്ടിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ അതിൽ കയറി. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയോണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും ബസ്സൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടോ. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് നമ്മൾ ഫുഡും ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ എനിക്ക് ബസ്സിലൊക്കെ പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിനി മെയിൻ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഫ്രീ ഷട്ടിലിൽ. അങ്ങനെ ഫൈനലി നമ്മൾ സെൻറ്റ് ആൽബൻസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സോളം എടുത്തു നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു കത്തീഡ്രലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സെൻറ്റ് ആൽബൻസ് കത്തീഡ്രൽ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി ഫങ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അടിപൊളി പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആംബിയൻസ് ആണെങ്കിലും ഈ പോകുന്ന വഴികളാണെങ്കിലും ഒക്കെ നല്ല പീസ്ഫുള്ളായിരുന്നു. പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യേണ്ട സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കയറി തുടങ്ങി കേട്ടോ. നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് വേണം. നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് കയറുന്നത്. ഓപ്പോസിറ്റ് ഡോർ വഴിയാണ് ഗസ്റ്റുകൾ അകത്തോട്ട് കയറുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാ. ഭയങ്കര തണുപ്പുണ്ട്. നമുക്കതിന് കോട്ടും ഒന്നുമില്ല. എന്തായാലും നമ്മളിനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കയറും കേട്ടോ ഗൈസ്. President of the Students' Union, and next to him, Mark Partridge, Director of Student Services. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ബസ്സിന് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ നോക്കിയപ്പം നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ട്രെയിൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് എത്തുകയും ചെയ്യാം. ഓൾറെഡി നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമുക്ക് 2 പേർക്കും വർക്ക് ഉണ്ട്. മോർണിംഗ് ഷിഫ്റ്റും കൂടിയാണ്. അപ്പോൾ നേരത്തെ എത്തിയാലാണ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രെയിന് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ യൂട്യൂബറായിട്ടുള്ള ലിൻറ്റു റോണിയില്ലേ, അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മുടെ ഗ്രാജുവേഷൻ ഔട്ട്ഫിറ്റ്സൊക്കെ ഗൗണും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ഓവറോൾ പ്രോഗ്രാം നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. നമ്മൾ വേഗം ട്രെയിനൊക്കെ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈമും കൂടെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ. കാരണം അത്രയും നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നൊക്കെ വിചാരിച്ചത്. ഫൈനലി നമ്മൾ ആണോ ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വി ആർ ബാക്ക്. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഭയങ്കര ടയേർഡാണ്. എന്നിട്ട് നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പോവുക. പിന്നെ നാളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.